Willkommen til min YouTube-kanal. Hej, välkommen till min YouTube-kanal. നീ പറയുമ്പോ അങ്ങനെ അതെ. അപ്പം ഗൈസ് നമ്മൾ ഇന്ന് ഇപ്പം ചെന്നൈക്ക് പോവാണ്. ബേബിയുടെ വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബേബിക്ക്. ബേബി ഉറങ്ങുവാണ്. എങ്ങനെ ബിഹേവ് ചെയ്യും നമുക്ക് അറിയത്തില്ല. നമ്മൾ സകല സാമഗ്രി സെറ്റപ്പ് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ആദ്യം വിചാരിച്ചത് ഡൽഹി പോകേണ്ടി വരും എന്നാണ് വിസയുടെ ആപ്ലിക്കേഷന്. പക്ഷെ ചോദിച്ചപ്പോഴത്തേനും അവരോട് ചെന്നൈ അല്ലേ അടുത്തത്, ചെന്നൈയിലോട്ട് പൊക്കൂടെ എന്ന്. അവിടെ ഈ പറയുന്ന സർവീസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം സ്വീഡന്റെ ആണല്ലോ നമുക്ക് ചെയ്യേണ്ടത്. അപ്പം അത് ചെന്നൈയിലുള്ളത് കൊണ്ട് നമുക്കിപ്പം ഡിസ്റ്റൻസും കുറച്ച് ട്രാവൽ ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് അതാണല്ലോ ബേബിയെ കൊണ്ട് എളുപ്പം. പക്ഷെ ഇത് 1 മണിക്കൂർ ആയതുകൊണ്ട് അത്രയും ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വീഡനിൽ പോകുമ്പോൾ 3 ഫ്ലൈറ്റ് എടുക്കണല്ലോ. ലോങ്സ്റ്റ് അല്ലേ മിഡിൽ വൺ. ആൻഡ് ടോട്ടൽ സ്വീഡനിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു 11 hours അല്ലേ ടോട്ടൽ? അല്ല, 10 hours one end, so maybe 12 hours of flying. No, 13-14 hours of 12 to 14 hours ആണ് flying time. Transit എല്ലാം കൂടെ കൂട്ടി 1 full day എന്തായാലും നമ്മള് വെയിറ്റിങ്ങും എല്ലാം കൂടെ കൂട്ടി ഉണ്ടാവും. ഇല്ല മക്കളെ. ഞങ്ങളുടെ കയ്യിൽ ന്യൂ ബോൺ ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പ്രിഫറൻസ് ഉണ്ടായിരുന്നു. എല്ലായിടത്തും സെക്യൂരിറ്റി ചെക്കിലും എല്ലായിടത്തും. ബേബിയെ അല്ല, നമ്മൾക്ക് മാത്രമേ സെക്യൂരിറ്റിയിലാണ് പറയുന്നത്. പിന്നെ ബേബി ഇങ്ങനെ കുപ്പാടൊക്കെ ഇരിക്കും. നമ്മൾ ഡ്രസ്സിലാവാതിരിക്കാനായിട്ട് ടൗണിൽ ടൗണിലൊക്കെ വെച്ചിട്ടുണ്ട്. കുളിപ്പിക്കാനും അങ്ങനെയൊക്കെ. പിന്നെ പനി എടുത്തിട്ടുണ്ട്. അധികം തീരുമ്പോൾ നടക്കൂടും. കയ്യിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് വെച്ച് നോക്കാം. പ്രഷർ ഡിഫറൻസ് വരുമ്പോഴേ അന്നേരം കാര്യമില്ലാതെ വെച്ചിട്ട് പിന്നെ കുറച്ച് അന്നേരം ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഇറക്കുമ്പോഴത്തേന് ചിലപ്പം അവർക്ക് ചെവി അടയാതിരിക്കാനുള്ളത് എന്ന് വിചാരിച്ചിട്ട് ഗൈസ്, ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് ബാഗ് എടുക്കുന്ന കൺഫ്യൂഷനും 3-4 പേര് കൂടി നിൽക്കുന്നതൊക്കെ കണ്ട് നോക്കിയപ്പോഴാണ് ഷീലാമ്മ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു എന്നുള്ളത് കണ്ടത്. ബട്ട് അവർ തലയിൽ തുണിയൊക്കെ മൂടിയിട്ട് അങ്ങനെയായിരുന്നിരുന്നത്. സോ പ്രൈവസി മാനിച്ചിട്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. ഞങ്ങൾ ചെന്നൈയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം ഒരു സ്മൂത്ത് ഫ്ലൈറ്റിന് ശേഷം നമ്മൾ ചെന്നൈയിൽ ലാൻഡ് ചെയ്ത് നമ്മുടെ പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി. ഇത് അത്യാവശ്യം വലിയൊരു എയർപോർട്ടാട്ടോ. വണക്കം ചെന്നൈ ക്ഷേത്രമൊക്കെ ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ബേബി ഉറങ്ങി. അതുവരെ അവൾ കളിച്ചോട്ട് കിടന്നു. എയർപോർട്ടിൻ്റെ വർക്ക് നടക്കുന്നത് കാരണം ഇങ്ങോട്ട് വിടുന്നില്ല ട്രാഫിക്കൊന്നും. അപ്പോൾ എന്താ പറയുക, ഈ ഷട്ടിൽ വെച്ചിട്ടാണ് ആൾക്കാരെ അവരുടെ വണ്ടിയിലോട്ട് കൊണ്ടുവിടുന്നത് അല്ലേ? അല്ല, അവരവരുടെ വണ്ടിയിലോട്ട് ഷട്ടിൽ വെച്ചല്ലേ കൊണ്ടുവിടുന്നത്. പാർക്കിങ്ങിലോട്ട് ഈ ഷട്ടിൽ പോവും. അപ്പം അവിടുന്ന് ആൾക്കാർക്ക് അവരവരുടെ വണ്ടിയിൽ കയറി പോകാം. ആസ് യു ക്യാൻ സീ ഷട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ടാക്സി കയറി ഹോട്ടലിലേക്ക് പോവാണ്. ലെറ്റ്സ് ഗോ.
പൊന്നു IIT റൈറ്റ് സൈഡ് തന്നെ IIT ആണെന്ന് തോന്നുന്നു. IIT മദ്രാസ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോഴത്തേനും ചായ സമയമായി. ചായ കൂടി പിന്നെ നമ്മുടെ കുത്തകയായത് കാരണം ഒന്നും നോക്കിയില്ല, നേരെ വെച്ച് പിടിച്ചു. അങ്ങനെ ചായയും കടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റൂമിൽ റെസ്റ്റ് എടുക്കാൻ പോലും പോയത്. സ്നാക്സ് ഒക്കെ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് കാരണം ജാം കാരണം. ഹലോ ഗൈസ്, ബേബി പുതിയ സ്ഥലം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ഡീപ്പ് സ്ലീപ്പ് ഒന്നും അല്ല. പുള്ളിക്കാരി ഇങ്ങനെ പൂച്ചയുറക്കമാണ്. സോ ഇത് കണ്ടോ, അപ്പം ഞാൻ ബെഡ് ടവലൊക്കെ വിരിച്ചിട്ട്, അപ്പം സ്റ്റൂ ആണ് രാത്രി ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് രാത്രി ഞാൻ അപ്പോൾ സ്റ്റൂ ഓർഡർ ചെയ്തത് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ ഇനി കഴിക്കാൻ പോവാണ്. ഹേമിക്കുട്ടി ഇത് പോയിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിക്കാൻ പോവാണ്. സോ ഗൈസ്, നമ്മൾ കോൺസുലേറ്റ് ഓഫ് സ്വീഡൻ എത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വിസിറ്റ് ആണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ബേബിയുടെ കോർഡിനേഷൻ നമ്പറാണ് അപ്ലൈ ചെയ്യുന്നത്. കോർഡിനേഷൻ നമ്പർ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരണം ബേബിയുടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സ്വീഡനിലേക്ക് തിരിച്ച് ട്രാവൽ ചെയ്യാനുള്ള മറ്റ് ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ നെക്സ്റ്റ് വിസിറ്റിന്റെ സമയത്തായിരിക്കും നമ്മളോട് പറയുക. ബേബി പറയുന്ന സംഭവം ഇപ്പം ഭയങ്കര എല്ലായിടും ട്രെൻഡ്സ് പോലെ തന്നെ എല്ലായിടും ഉള്ളൊരു സംഭവം. അങ്ങനെ അവിടുന്ന് ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞിറങ്ങി ഒരു ഹൗസ് വിസിറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഹോട്ടലിൽ പോയി. യെസ് ഗൈസ്, സോ ഇറ്റ്സ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആൻഡ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വെളിയിലിറങ്ങാമെന്ന് വിചാരിച്ചു. ഗൈസ്, ദാറ്റ്സ് അണ്ണ യൂണിവേഴ്സിറ്റി. അണ്ണ യൂണിവേഴ്സിറ്റി പഠിച്ചവരെല്ലാം ഇവിടെ കമോൺ. കാരണം ഞാൻ ആദ്യമായിട്ട് അണ്ണ യൂണിവേഴ്സിറ്റി കാണുന്നത്. നമ്മൾ ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ ഇൻഫാക്ട് ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഇൻ ചെന്നൈ ആൻഡ് എല്ലാം എനിക്ക് കൗതുകമാണ്. അത്ഭുതപ്പെടേണ്ട, സത്യമാണ് ഗൈസ്. നാടോടിക്കാറ്റിലെ ഈ ടവർ ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ മലയാളികൾക്കും ഇതൊരു മാൻഡേറ്ററി സൈറ്റ് സീയിങ് സ്പോട്ടായി മാറി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് വെച്ച് പിടിച്ചു. കാരണം തലേ ദിവസം തന്നെ പെഡിക്യൂർ ആൻഡ് മാനിക്യൂറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെ സ്പാ ടൈം ഒക്കെ കഴിച്ച് റൂമിലേക്ക് റിട്ടേൺ ചെയ്തു. ഗുഡ് മോർണിംഗ് ഗൈസ്, ഇന്ന് നമുക്ക് ട്രാവൽ ബാക്ക് ആണ്. അപ്പം രാവിലെ ഒരു 6:15 ആയപ്പോൾ ഞങ്ങളെ അലാം ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു. ദേ അപ്പോൾ രാവിലെ രാവിലത്തെ പാക്കിംഗ് പരിപാടികൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇന്ന് 11 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാത്തിനെയും ഒരുക്കി സെറ്റാക്കി ഇറങ്ങാം.